ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ചെറിയ യാത്രകളും വലിയ സന്തോഷങ്ങളും കുറച്ച് അറിവുകളും നമുക്കൊന്ന് പങ്കുവച്ചാലോ? അതിനാണ് ഈ വീഡിയോ. ആദ്യമേ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എത്തിയിരിക്കുന്നത് കാവേരിയുടെ തീരത്താണ്. ശാന്തതയെ തൊട്ടറിഞ്ഞ എൻ്റെ ഒരു ദിവസത്തെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഭാഗമണ്ഡൽ ത്രിവേണി സംഗമം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെയുള്ള ഭാഗമണ്ഡീശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 നദികൾ ഒന്നിക്കുന്ന ഈ പുണ്യസ്ഥലം പ്രകൃതിയും ഭക്തിയും കൂടിച്ചേരുന്ന മനോഹര കാഴ്ചയാണ് എനിക്ക് സമ്മാനിച്ചത്. മഴമേഘങ്ങളും തണുത്ത കാറ്റും ചേർന്ന ആ നിമിഷങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലത്തെ പറ്റിയുള്ള ചെറിയൊരു ഐതിഹ്യം കേട്ടാലോ? ഭാഗമണ്ഡല എന്ന സ്ഥലം കർണാടകയിലെ കൊടക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ കാവേരി, കന്നിക്കൈ, സുജോതി എന്നീ 3 നദികൾ സംഗമിക്കുന്നതിനാലാണ് ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള ശ്രീ ഭാഗണ്ഡേശ്വര ടെമ്പിൾ വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഭാഗണ്ഡ മഹർഷി ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണത്രേ ക്ഷേത്രത്തിന് ഭാഗണ്ഡേശ്വര എന്ന പേര് വന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ശൈലി കേരളവും ദക്ഷിണേന്ത്യൻ ശൈലിയും ചേർന്ന മനോഹര രൂപമാണ്. മകരസംക്രാന്തി സമയത്ത് ഇവിടെ വലിയ തിരക്കാണ്. നിരവധി ഭക്തർ ത്രിവേണി സംഗമത്തിൽ വിശുദ്ധ സ്നാനം നടത്താനെത്തുന്നു. പ്രകൃതിയും ആത്മീയതയും ഒരുമിക്കുന്ന മനോഹരമായ ഇടമാണ് ഭാഗമണ്ഡല. ചില സ്ഥലങ്ങൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നേരിൽ കാണാൻ. അങ്ങനെയൊരു അനുഭവമാണ് ഭാഗമണ്ഡല. ഒരവസരം കിട്ടിയാൽ നിങ്ങൾക്കും ഇവിടെ വരാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പ്രകൃതിയും ആത്മീയതയും ഒരുമിക്കുന്ന ഈ മനോഹര സ്ഥലത്തിൻ്റെ ഓർമ്മകളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു യാത്രയിൽ.